ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. കിഴക്കൻ രാജ്യങ്ങളെയും പടിഞ്ഞാറൻ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഹബ്ബായി ഈ വിമാനത്താവളം വളർന്നിരിക്കുന്നു. 2025 കണക്കനുസരിച്ച് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് യാത്രക്കാർ ഈ വിമാനത്താവളം വഴി കടന്നുപോകുന്നു. അത്യാധുനിക സൗകര്യങ്ങളും കാര്യക്ഷമമായ സേവനങ്ങളുമാണ് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രധാന ആകർഷണം. ഏപ്രിൽ 18 മുതൽ ഏപ്രിൽ 20 വരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 3 വഴി യാത്ര ചെയ്യുന്നവർക്ക് അധികൃതർ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 3 ലക്ഷം യാത്രക്കാർ സഞ്ചരിക്കുമെന്നാണ് എമിറേറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. ടെർമിനൽ 3ലും പരിസരത്തും വലിയ തിരക്ക് അനുഭവപ്പെടും. യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നേരത്തെ എത്താനും വൈകുന്നത് ഒഴിവാക്കാനും എല്ലാ യാത്രാരേഖകളും തയ്യാറാണെന്ന് ഉറപ്പാക്കാനും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എമിറേറ്റ്സ് യാത്രക്കാർക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പല വഴികളുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഓൺലൈനായി ചെക്ക് ഇൻ ചെയ്യാം. എമിറേറ്റ്സ് ആപ്പ് വഴിയും ചെക്ക് ഇൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഡിജിറ്റൽ ബോർഡിംഗ് പാസ് ലഭിക്കും. ടെർമിനൽ ചെക്ക് ഇൻ കൗണ്ടറുകൾ വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് തുറക്കും. എന്നാൽ യുഎസിലേക്ക് പോകുന്ന വിമാനങ്ങൾക്കുള്ള ചെക്ക് ഇൻ 12 മണിക്കൂർ മുമ്പേ തുറക്കൂ. യാത്രക്കാർക്ക് അവരുടെ ലഗേജ് തലേ ദിവസം തന്നെ കൊണ്ടുപോയി കൊടുക്കാനുമുള്ള സൗകര്യവുമുണ്ട്. ഇതുവഴി അവർക്ക് എമിഗ്രേഷൻ നടപടികൾ എളുപ്പമാക്കാം. ബയോമെട്രിക് ഗേറ്റുകൾ ഉപയോഗിച്ച് വളരെ വേഗം കടന്നു പോകാനും സാധിക്കും. എമിറേറ്റ്സ് ഉപഭോക്താക്കൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ഇനി പറയുന്ന ഓപ്ഷനുകൾ ലഭ്യമാണ്. അതിൽ ഒന്നാമത്തേതാണ് സിറ്റി ചെക്ക് ഇൻ ആൻഡ് ട്രാവൽ സ്റ്റോർ വഴി യാത്ര പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുതൽ 4 മണിക്കൂർ മുമ്പ് വരെ ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കും. യുഎസിലേക്കുള്ള വിമാനങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തേതാണ് അജ്മാൻ സെൻട്രൽ ബസ് ടെർമിനൽ. ഇവിടെ പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുതൽ 4 മണിക്കൂർ മുമ്പ് വരെ ചെക്ക് ഇൻ ലഭ്യമാണ്. യാത്രക്കാർ പുറപ്പെടുന്നതിന് 90 മിനിറ്റ് മുമ്പെങ്കിലും പാസ്പോർട്ട് നിയന്ത്രണവും സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രീമിയം ഇക്കോണമി ക്ലാസ്സിലോ യാത്ര ചെയ്യുന്നവർ പുറപ്പെടുന്നതിന് 60 മിനിറ്റ് മുമ്പ് ബോർഡിംഗ് ഗേറ്റിൽ എത്തണം. അതേസമയം ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ് യാത്രക്കാർ പുറപ്പെടുന്നതിന് 45 മിനിറ്റ് മുമ്പെങ്കിലും ഗേറ്റിൽ എത്തണം. വിമാനം പുറപ്പെടുന്നതിന് 20 മിനിറ്റ് മുമ്പ് ബോർഡിംഗ് ഗേറ്റുകൾ അടയ്ക്കും. വൈകി എത്തുന്നവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. യുഎഇയിലെ നിയമങ്ങൾ അനുസരിച്ച് വിസ റദ്ദാക്കിയാൽ ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കില്ലെന്ന് അധികൃതരുടെ അറിയിപ്പ്. അക്കൗണ്ട് ഉടമയുടെ അഡ്രസ് അറിയാമെങ്കിൽ അക്കൗണ്ട് പ്രവർത്തിക്കും. യുഎഇ സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അക്കൗണ്ടുകൾ നിർത്തണോ പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഒരാളുടെ വിസ റദ്ദാക്കിയാലും യുഎഇയിലെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അക്കൗണ്ട് ഉടമ അക്കൗണ്ട് ഉപയോഗിക്കുകയും ബാങ്കുമായി ബന്ധം നിലനിർത്തുകയും വേണം. എന്നാൽ താമസിക്കുന്നതിനുള്ള വിസ റദ്ദാക്കിയാൽ അക്കൗണ്ടിനെ നോൺ റെസിഡന്റ് അക്കൗണ്ടായി മാറ്റാൻ സാധ്യതയുണ്ട്. ഇതിന് ചില നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടാകും. യുഎഇ സെൻട്രൽ ബാങ്കിന്റെ നിയമം 29/2011 അനുസരിച്ച് അക്കൗണ്ട് ഉടമയുടെ അഡ്രസ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ബാങ്കിൽ മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് പ്രവർത്തിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി ഇന്ത്യക്കാർ. വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ച ഇന്ത്യക്കാർ മിക്ക രാജ്യങ്ങളിലും പ്രധാന സാന്നിധ്യമാണ്. പ്രവാസി ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരും ഗൾഫ് രാജ്യങ്ങളിലാണെന്നും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി ബബിത്ര മാർഗരിത്ത ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ വ്യക്തമാക്കുന്നു. വിവിധ രാജ്യങ്ങളിലായി ലോകമെമ്പാടും 3.5 കോടിയിലേറെ ഇന്ത്യക്കാരാണ് പ്രവാസികളായി കഴിയുന്നത്. മൊത്തം 3,54,00,000 പ്രവാസി ഇന്ത്യക്കാരിൽ 1,59,00,000 പേരാണ് ഇന്ത്യൻ പാസ്പോർട്ടോടെ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരായി വിദേശ രാജ്യത്തുള്ളത്. NRI വിഭാഗത്തിൽപ്പെടുന്ന ഇവരിൽ ഭൂരിഭാഗം പേരും ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ യുഎഇയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാമതും ആഗോളതലത്തിൽ രണ്ടാമതുമാണ്. 3.55 ദശലക്ഷം പേർ ഇവിടെ താമസിക്കുന്നു. ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യക്കാരുടെ വലിയ സമൂഹമുണ്ട്. ഇവിടെ ബിസിനസ്, ആരോഗ്യം, നിർമ്മാണം, സേവന മേഖലകളിൽ മുഖ്യമായും ഇന്ത്യക്കാരാണ്. സൗദി അറേബ്യയിൽ ഏകദേശം 2.5 ദശലക്ഷം ഇന്ത്യക്കാരുണ്ട്. നിർമ്മാണം, ആരോഗ്യം, IT മേഖലകളിലായി നിരവധി പേരാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യൻ പ്രവാസികൾക്ക് സൗദി അറേബ്യ വർഷങ്ങളായി ഇഷ്ടരാജ്യമാണ്.
കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഒമാനിൽ 5 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ളതായാണ് കണക്ക്. ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഒമാനിലെ ഏറ്റവും വലിയ തൊഴിൽ ശക്തിയാണ് ഇന്ത്യക്കാർ. ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹം താമസിക്കുന്നത് അമേരിക്കയിലാണ്. ഏകദേശം 5.4 ദശലക്ഷം ഇന്ത്യൻ വംശജരാണ് ഇവിടെയുള്ളത്. ഇതിൽ നോൺ റെസിഡന്റ് ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരായ വ്യക്തികളും ഉൾപ്പെടുന്നു. അവരിൽ പലരും സാങ്കേതികവിദ്യ, ബിസിനസ്, രാഷ്ട്രീയം, വിദ്യാഭ്യാസം എന്നിവയിൽ പ്രമുഖരാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോഴും ഒരു മികച്ച ലക്ഷ്യസ്ഥാനമാണ്. 2.9 ദശലക്ഷം ഇന്ത്യൻ വംശജരുള്ള മലേഷ്യയാണ് രണ്ടാമത്. കാനഡയിൽ ഏകദേശം 2.8 ദശലക്ഷം ഇന്ത്യൻ വംശജരുണ്ട്. മ്യാൻമർ 2 ദശലക്ഷം, ബ്രിട്ടൻ 1.8 ദശലക്ഷം, ദക്ഷിണാഫ്രിക്ക 1.7 ദശലക്ഷം, ശ്രീലങ്ക 1.6 ദശലക്ഷം എന്നിങ്ങനെയാണ് കൂടുതൽ ഇന്ത്യക്കാർ വസിക്കുന്ന പുറം രാജ്യങ്ങൾ. രക്തം കട്ടപിടിക്കുന്നതിനുള്ള ചികിത്സയ്ക്കായി ആൽഫാവാക്സ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന GCCയിലെ ആദ്യ ആതുരാലയമായി ഒമാനിലെ റോയൽ ആശുപത്രി. നൂതന അമേരിക്കൻ ആൽഫാവാക്സ് സംവിധാനം റോയൽ ആശുപത്രിയിലെ നാഷണൽ ഹാർട്ട് സെന്ററാണ് ഉപയോഗിച്ചത്. ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ നൽകുന്നതിനും ഒമാനിൽ ലോകോത്തര ഹൃദയ ചികിത്സാ സേവനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള കേന്ദ്രത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. പൾമണറി എംബോളിസവും വൈനസ് ത്രോംബോബോളിസവും ചികിത്സിക്കുന്നതിനുള്ള അത്യാധുനിക ഇന്റർവെൻഷണൽ സാങ്കേതിക വിദ്യയാണ് ആൽഫാവാക്സ് സിസ്റ്റം. തുറന്ന ശസ്ത്രക്രിയയുടെ ആവശ്യമില്ലാതെ വലിയ സിരകളിൽ നിന്നും രക്തം കട്ടപിടിക്കുന്നത് കാര്യക്ഷമമായി നീക്കം ചെയ്യാൻ ഇത് പ്രാപ്തമാക്കുന്നു. പരമ്പരാഗത ചികിത്സാ മാതൃകകളിലെ ഗുണപരമായ മാറ്റത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു. ചികിത്സ സങ്കീർണതകൾ ഗണ്യമായി കുറയ്ക്കുന്നതിനോടൊപ്പം രോഗികൾക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനുള്ള അവസരവും ഇതുവഴി ഒരുങ്ങുന്നു. ഏറ്റവും പുതിയ മെഡിക്കൽ പുരോഗതികൾ സ്വീകരിക്കാനും ഹൃദയ പരിചരണത്തിൽ പ്രധാന കേന്ദ്രമായി മാറാനുമുള്ള റോയൽ ഹോസ്പിറ്റലിന്റെ തന്ത്രത്തിന്റെ പ്രതിഫലനമാണ് ആൽഫാവാക് അവതരിപ്പിക്കുന്നതെന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സംഘം പറഞ്ഞു. പ്രാദേശിക അന്തർദേശീയ മെഡിക്കൽ സമൂഹത്തിൽ ആശുപത്രിയുടെ പദവി മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒമാന്റെ വിശാലമായ കാഴ്ചപ്പാടുമായി ഇത് യോജിക്കുന്നു. ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരണപ്പെട്ടു. മാവേലിക്കര സ്വദേശി ഗോപകുമാറാണ് റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത്. അർദ്ധരാത്രി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മത്ര അറേബ്യൻ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരനായിരുന്നു. ദീർഘകാലമായി മത്രയിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു. നേരത്തെ ഇന്ത്യൻ സ്കൂൾ ബസ് ഡ്രൈവറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന് കീഴിൽ ലോക പൈതൃക ദിനം ആഘോഷിച്ചു. അണ്ടർ സെക്രട്ടറിയാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്.